സക്സസ് മന്ത്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം കമ്പനി ബോർഡ് LGSന് പ്രിപ്പയർ ചെയ്യേണ്ടവർ ഉറപ്പായിട്ട് നോക്കിയിരിക്കേണ്ട SCRT ചാപ്റ്റേഴ്സ് ഏതാണെന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് 10th സിലബസ് ബേസ്ഡ് ആയിട്ട് PSC നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നതും മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെ നല്ലതായിരിക്കും. അപ്പോൾ 2026 10th ബേസിൽ PSC നടത്തിയ ഒരു ലേറ്റസ്റ്റ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്ക് LGS അറ്റൻഡഡ് ഗ്രേഡിൽ നടത്തിയ ഒരു എക്സാം ആയിരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന എന്ന്? നമുക്കറിയാം, നമുക്കൊരു ഭരണഘടന വേണമെന്നുള്ള ആവശ്യം ശക്തമായിട്ട് വന്നപ്പോൾ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചായിരുന്നു. എന്നായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്? 1946 ഡിസംബർ 6 ആയിരുന്നു. നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നെന്നായിരുന്നു എന്ന്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത്. അപ്പം ഓർത്തിരിക്കുക, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് 1946 ഡിസംബർ 6 അതിൻ്റെ പ്രഥമ സമ്മേളനം നടന്നതാണ് 1946 ഡിസംബർ 9. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം ആർക്കാണ്? നമുക്കറിയാം, ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 368. ഈ 368 ആർട്ടിക്കിൾ പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിട്ടുള്ള ആരിലാണ്? അതിനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, നിലവിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? നിലവിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? നിലവിൽ നമുക്ക് 6 മൗലികാവകാശങ്ങളാണുള്ളത്. അതായത് നിലവിൽ 6 മൗലികാവകാശങ്ങളേ ഉള്ളൂ. എന്നാൽ ആദ്യകാലങ്ങളിൽ എത്ര ഉണ്ടായിരുന്നു? 7 മൗലികാവകാശങ്ങളുണ്ടായിരുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് മറ്റ് പല രാജ്യങ്ങളുടെ ഭരണഘടനകൾ വായിച്ചു നോക്കിയിട്ട് അതിൽ നിന്നുള്ള ഒരുപാട് നല്ല ആശയങ്ങൾ അംബേദ്കർ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് കടമെടുത്തിട്ടുണ്ട്. അങ്ങനെ മൗലിക കടമകൾ എന്ന് പറയുന്ന ആ ഒരു ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുണ്ട് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? മൗലിക കടമകൾ എന്നുള്ളത് നമ്മൾ സോവിയറ്റ് യൂണിയനിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ഒരാശയമാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ? അപ്പോൾ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹികമായിട്ടുള്ള അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പനാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കുളച്ചൽ യുദ്ധം നടന്ന വർഷം? കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്നതാണ് കുളച്ചൽ യുദ്ധം, അല്ലേ? അപ്പം കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1741. അപ്പം 1741 കുളച്ചൽ യുദ്ധം നടന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം? അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ആദ്യ സംഘടിത കലാപം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപവും ആദ്യ സംഘടിത കലാപവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യ സംഘടിത കലാപം ഏതാണെന്നാണ്. ആദ്യ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. എന്നാൽ നേരെ മറിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. എന്നാൽ സംഘടിത കലാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അത് ആറ്റിങ്ങൽ കലാപമാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വക്കം മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ. അടുത്ത ക്വസ്റ്റ്യൻ, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചതാര്? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ച ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്ന ആരാണ്? അരുണ ആസഫ് അലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കാനായിട്ട് കുറേയധികം സമരങ്ങൾ അല്ലെങ്കിൽ സത്യാഗ്രഹങ്ങളോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർഷങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ ഇയർ ഏതായിരുന്നു? 1917. നിസ്സഹരണ സമരം ഏതാണ്? 1920. ഉപ്പു സത്യാഗ്രഹം 1930. ക്വിറ്റ് ഇന്ത്യ സമരം 1942. അപ്പോൾ ഇതുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് വരുമ്പോൾ ഏതായിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരിക? ബി ആയിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരിക. ഏത് സംസ്ഥാനത്തിൻ്റെ തനത് കലാരൂപമാണ് കഥക്? ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായിട്ടുള്ള തനത് കലാരൂപങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഉത്തർപ്രദേശിൻ്റേതാണ് കഥക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചെന്ന്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണ്? 1905 ഓഗസ്റ്റ് 7. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിൻ്റെ വേദി? ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിൻ്റെ വേദി ഏതായിരുന്നു? റഷ്യയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം? ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളമാണ് നവി മുംബൈ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏതാണ്? നവി മുംബൈയാണ്. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. അപ്പോൾ ആരുടെ മരണത്തെ സംബന്ധിച്ചാണ് നമ്മുടെ നെഹ്റു ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരുടെ മരണസമയത്തായിരുന്നു? മഹാത്മാഗാന്ധിയുടെ മരണത്തെ സംബന്ധിച്ചായിരുന്നു നെഹ്റു ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വാക്യം പറഞ്ഞത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കൻഡ് കരാർ? അപ്പോൾ ആരൊക്കെ തമ്മിലായിരുന്നു താഷ്കൻഡ് കരാർ ഒപ്പുവെച്ചത്? താഷ്കൻഡ് കരാർ ഒപ്പുവെച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയനക്കരാർ രൂപീകരിച്ചു. ഈ ലയനക്കരാറിന് രൂപം നൽകിയ വ്യക്തികളായിട്ട് നമുക്കറിയാം. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കാനായിട്ട് വിവിധ കരാറുകളും വിവിധ പദ്ധതികളും എല്ലാ സമയത്തും നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ നാട്ടുരാജ്യങ്ങളെ ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ലയനക്കരാർ എന്ന് പറയുന്ന ഒരു കരാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കരാറിന് രൂപം നൽകിയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെയായിരുന്നു ലയനക്കരാറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത്? നമുക്കറിയാം സർദാർ വല്ലഭായ് പട്ടേലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരുണ്ടായിരുന്നു? BP മേനോനും ഉണ്ടായിരുന്നു. അപ്പോൾ 1ഉം 4ഉം ഓപ്ഷൻ വരുന്ന ഏതാ? നമ്മുടെ സി ആണ്. ഏത് വിദേശ രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? ഏത് വിദേശ രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? ആരുടെ സഹായത്തോടെയായിരുന്നു? സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയായിരുന്നു ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്. അടുത്ത ക്വസ്റ്റ്യൻ, 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? നമുക്കറിയാം ആസൂത്രണ കമ്മീഷന് പകരമാണ് ഇന്ന് നീതി ആയോഗ്. അപ്പോൾ 1950 ഈ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ ആ ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്ന ആരായിരുന്നു? ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിട്ട് അന്നുണ്ടായിരുന്നത് നമ്മുടെ ഗുൽസാരിലാൽ നന്ദയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ശ്രീ ജ്ഞാനേഷ് കുമാറാണ് ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. അടുത്ത ക്വസ്റ്റ്യൻ, മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? അപ്പോൾ 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഷാജി N കരുണാണ്. അത് 2023 ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഖാരിഫ്, റാബി, സൈദ് എന്നീ 3 കാർഷിക കാലങ്ങളാണുള്ളത്. ഈ കാർഷിക കാലങ്ങളുടെ സവിശേഷതകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. അപ്പോൾ നമുക്ക് ഖാരിഫ്, റാബി, സൈദ് 3 കാർഷിക കാലങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് കറക്റ്റായിട്ടുള്ളതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതാണ്? നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും വായിച്ചു നോക്കിയിട്ട് അത് ശരിയാണോ എന്ന് നോക്കാം. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ്. നമുക്കറിയാം ഖാരിഫ് എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കൃഷിരീതിയാണ്, അല്ലെങ്കിൽ വേനൽക്കാല കൃഷിക്കാലമാണ് സൈദ് എന്ന് പറയുന്നത്. അതും ഒരു ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്.
ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ് റാബി. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ദെൻ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. അപ്പോൾ അതും എന്താ ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം എന്താണ്? ശരിയാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എന്താണ്? കറക്റ്റാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? അപ്പോൾ ഇന്ത്യയായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഇവിടെ ഓപ്ഷൻസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്ത്യയായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമായിട്ട് കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്? നമുക്കറിയാം പാകിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമർ, അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് അല്ലേ? അതുപോലെ തന്നെ ചൈന, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാനും എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പം 3ഉം 4ഉം ഓപ്ഷനായിട്ട് വരുന്നത് നമ്മുടെ ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? ഇന്ത്യയായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ത്യയായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഓപ്ഷൻ 3ഉം 4ഉം വരുന്നതാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകളാണോ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണോ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഇന്ത്യയിൽ എക്കൽമണ്ണ് ധാരാളമായി കാണപ്പെടുന്നത് ഉത്തരമഹാസമതല പ്രദേശത്താണ്. ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഇന്ത്യൻ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്നത് ചുവന്ന മണ്ണാണ്. പശ്ചിമഘട്ട മലനിരകൾ തമിഴ്നാട് മുതൽ ഒറീസ വരെ നീണ്ടു കിടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്? ഓപ്ഷൻ ഡി ആണ് അവിടെ തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരകൾ ഏത്? ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ ഏതാണ്? നമുക്കറിയാം ആരവല്ലി പർവ്വതനിരയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫലഭൂയിഷ്ഠമായ മണ്ണ്, നദികളാൽ സമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, ജനനിബിഡം. ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതെങ്കിലും ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണോ? നമ്മളോട് ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ വരിക? ഇവയെല്ലാം നമ്മുടെ ഉത്തരേന്ത്യൻ സമതലങ്ങളുമായിട്ട് ഉൾപ്പെടാത്ത സ്റ്റേറ്റ്മെൻറ്റുകളാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? നമുക്കറിയാം ഹർമൻ പ്രീത് കൗർ ആയിരുന്നു 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതാർക്ക്? അപ്പോൾ ആർക്കായിരുന്നു 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്? നമുക്കറിയാം നമ്മുടെ ലാലേട്ടനായിരുന്നു അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേര്? അപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായിട്ടുള്ള വയനാട് ടൂറിസത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്തായിരുന്നു? നമുക്കറിയാം എൻ്റെ കേരളം എന്നും സുന്ദരം. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആരായിരുന്നു? നമുക്കറിയാം ശുഭാംശു ശുക്ലയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ട പർവ്വതനിരകൾക്ക് കേരളത്തിൻ്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്കറിയാം പശ്ചിമഘട്ടം കേരളത്തിൻ്റെ ഏത് സൈഡിലായിട്ടാണ് വരിക? കിഴക്ക് സൈഡിലാണ് അല്ലേ? കിഴക്ക് പശ്ചിമഘട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, നദികളും അവയുടെ ഉത്ഭവസ്ഥാനങ്ങളുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയല്ലാത്തത് എടുത്തെഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നെയ്യാറിൻ്റെ ഉത്ഭവസ്ഥലം ഏതാ? അഗസ്ത്യമലയാണ് അല്ലേ? അപ്പോൾ നെയ്യാറിൻ്റെ ഉത്ഭവസ്ഥലം അഗസ്ത്യമലയാണ്. പെരിയാറിൻ്റേത് ശിവഗിരിമലയാണ്. ഭാരതപ്പുഴയുടേത് ആനമലയാണ്. പമ്പയുടേത് നീലഗിരിയാണോ? അല്ല. അപ്പോൾ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാ വരിക? നമ്മളോട് ചോദിച്ചേക്കുന്നത് ശരിയല്ലാത്തത് ഏതാണെന്നായിരുന്നു. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പ്രസ്താവനകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മളോട് ചോദിച്ചേക്കുന്ന ഏതാ? ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചേക്കുന്നത്. ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഏതാ? നമുക്ക് പ്രസ്താവനകൾ വായിച്ചു നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. അത് ഒരു ശരിയായുള്ള പ്രസ്താവനയാണ്. തെന്മല ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ആണോ? അല്ല. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഭാരതപ്പുഴയാണ്. അത് തെറ്റായുള്ളൊരു പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് ഇടുക്കി ജില്ലയിലാണ്. അതും ഒരു ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഏതൊക്കെയാണ്? 1ഉം 4ഉം ശരിയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ഡി ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാ? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്ന് പറയുന്നത് നമുക്കറിയാം, ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ തദ്ദേശീയ സ്വയംഭരണ വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേൽനോട്ടം നയിക്കുന്ന കുറേ പദ്ധതികളും അതിൻ്റെ ലക്ഷ്യമാണ് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതായിരിക്കും കറക്റ്റായിട്ട് മാച്ച് ചെയ്യുമ്പോൾ കിട്ടുക? നമുക്കറിയാം, സുഭോജനം എന്ന് പറയുന്ന പദ്ധതി, സുഭോജനം എന്ന് പറയുന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താ? ശുചിത്വവും സംരക്ഷിതവുമായുള്ള ഭക്ഷണ വിതരണം ഉറപ്പാക്കുക എന്നുള്ളതാണ് സുഭോജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആശ്വാസ് എന്ന് പറയുന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാ? വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള. അപ്പോൾ സുഭോജനം എന്ന് പറയുന്നത് ശുചിത്വവും സംരക്ഷണമുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആശ്വാസം എന്ന് പറയുന്നത് വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ളത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദെൻ ലാസ്റ്റ് പച്ചത്തുരുത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവവൈവിധ്യ പ്രദേശങ്ങളാക്കി മാറ്റുക. അപ്പം നമ്മുടെ ഓപ്ഷൻസിൽ കറക്റ്റായിട്ടുള്ള ഏതായിരിക്കും? ഈ ഓപ്ഷൻസ് കറക്റ്റായിട്ട് വരുന്നത് നമ്മുടെ സി ഓപ്ഷനാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വന്യജീവി സങ്കേതത്തെക്കുറിച്ചുള്ളതാണെന്ന് കണ്ടെത്തുക. ഒരു വന്യജീവി സങ്കേതത്തെ സംബന്ധിച്ചുള്ള കുറച്ച് ഹിൻറ്റുകൾ തന്നിട്ടുണ്ട്. ആ ഹിൻറ്റുകൾ വെച്ച് ആ വന്യജീവി സങ്കേതം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം അല്ലേ? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വേണമെങ്കിൽ കൂടുതൽ ചിന്തിക്കാൻ ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം. എന്നാലും നമുക്ക് ബാക്കി ഓപ്ഷൻസും കൂടി ഒന്ന് വായിച്ചു നോക്കിയേക്കാം. പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. അപ്പം നമുക്ക് എന്താ ഒരു ഡൗട്ടും ഇല്ല അല്ലേ? ഏതാ ആൻസറായിട്ട് വരിക? പെരിയാർ വന്യജീവി സങ്കേതമാണ് ആൻസറായിട്ട് വരിക. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് പെരിയാർ വരും അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, കേരള തീരത്ത് നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏത്? നമ്മുടെ കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? നമുക്കറിയാം, മത്തിയാണ് അല്ലേ? മത്തിയാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേരള തീരത്ത് നിന്ന് കിട്ടുന്ന മത്സ്യം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ റെയിൽവേ ലൈനുകൾ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ജില്ലയിലാണ് റെയിൽവേ ലൈനുകൾ ഇല്ലാത്തത്? വയനാടുണ്ടോ? വയനാട് ഇല്ല അല്ലേ? അതുപോലെ തന്നെ പിന്നെ എവിടെ ഇല്ല? ഇടുക്കിയിലും ഇല്ല. പത്തനംതിട്ടയിലും ആലപ്പുഴയിലൊക്കെ എന്തുണ്ട്? റെയിൽവേ ലൈനുകളുണ്ട്. അപ്പോൾ നമ്മുടെ 1ഉം 2ഉം ഓപ്ഷനായിട്ട് വരുന്ന ഏതാ? ഓപ്ഷൻ ബി ആണ്, റെയിൽവേ ലൈനുകൾ ഇല്ലാത്ത ജില്ലകൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, 2025 അധ്യയന വർഷത്തെ സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തായിരുന്നു? 2025 കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരായിരുന്നു? സഞ്ജു സാംസൺ ആയിരുന്നു അല്ലേ? സഞ്ജു സാംസൺ ആയിരുന്നു 2025 അധ്യയന വർഷത്തെ സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെ ജില്ലയിലാണ് വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കുന്നത്? നമുക്കറിയാം, ആലപ്പുഴ ജില്ലയിലുണ്ടോ? ഉണ്ട് അല്ലേ? എറണാകുളത്തുണ്ടോ? ഉണ്ട്. കോട്ടയത്തും ഉണ്ട്. കൊല്ലത്തുണ്ടോ? ഇല്ല. അപ്പം ആലപ്പുഴ, എറണാകുളം, കോട്ടയം 1, 2, 3 ഓപ്ഷൻ ഏതാ? 1, 2, 3 വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാ? താഴെ തന്നിരിക്കുന്നതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പ്രസ്താവനകൾ ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അത് ഒരു കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുക? അയണോസ്ഫിയർ എന്ന് വിളിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? കേരളത്തിൽ പ്രതിവർഷം ലഭിക്കുന്ന ശരാശരി മഴ 3000 സെൻറ്റിമീറ്റർ ആണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ? കേൾക്കുമ്പോൾ തന്നെ അറിയാൻ തെറ്റാണ് അല്ലേ? അടുത്തത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കി ജില്ലയിലെ വൈദ്യുത നിലയത്തിലാണ്. അത് ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് പെട്രോളിൽ നിന്നാണ്. അത് ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? 1ഉം 3ഉം ആണ് ശരി. 1ഉം 3ഉം ശരി എന്ന് വരുന്ന ഏതാ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതാണെന്നാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കി. രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മയ്ക്ക് ലഭിച്ചത് 2021 പറയുന്നത്. അപ്പോൾ അതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ? അത് ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. അടുത്തത്, സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അമൃത ഷേർഗിലാണ്. സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അമൃത ഷേർഗിലാണോ? അതും ഒരു ശരിയല്ലാത്ത പ്രസ്താവനയാണ്. അടുത്തത്, കേരളത്തിലെ അമൃത ഷേർഗിൽ എന്ന് വിളിക്കപ്പെടുന്ന ചിത്രകാരി TK പത്മിനിയാണ്. അതെന്താണ്? ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളോട് ചോദിച്ചിരുന്നത് എന്താ ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം ആണ്. അപ്പോൾ 1ഉം 2ഉം വരുന്ന ഏതാ? ഓപ്ഷൻ എ ആണ്. ജ്ഞാനപീഠ പുരസ്കാരത്തെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ജ്ഞാനപീഠവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്? വായിച്ചു നോക്കാം. ജി ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളിയാണ് തകഴി ശിവശങ്കരപിള്ള. ജി ശങ്കരക്കുറുപ്പിന് ശേഷമാണോ ജ്ഞാനപീഠം കിട്ടിയത് തകഴിക്ക്? അല്ല. ജി ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠം കിട്ടിയത് തകഴിക്കല്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? തെറ്റാന്ന് അവിടെ തന്നെ മനസ്സിലായി. അടുത്തത്, ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആശാപൂർണാദേവിയാണ്. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത, ജ്ഞാനപീഠ പുരസ്കാരവും മൂർത്തിദേവി പുരസ്കാരവും നേടിയ മലയാളി താര അക്കിത്തൻ അച്യുതൻ നമ്പൂതിരിയാണ്. അതും ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളോട് ജ്ഞാനപീഠത്തെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചിരുന്നത്. ഏതായിരുന്നു? 1 മാത്രമാണ് തെറ്റ്. അപ്പോൾ ഏതാ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ശരിയായിട്ടുള്ള ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കാം അല്ലേ. 2008 നവംബറിൽ മുംബൈയിൽ പാകിസ്ഥാൻ തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച് രാജ്യം അശോകചക്ര നൽകി ആദരിച്ച സൈനികനായിരുന്നു പാലക്കാട് സ്വദേശിയായിട്ടുള്ള സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ? അതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. അടുത്തത്, 1999 കാർഗിൽ യുദ്ധകാലത്ത് വീരമൃത്യു വരിച്ച് രാജ്യം വീർ ചക്ര നൽകി ആദരിച്ച ധീര സൈനികനായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ജെറി പ്രേംരാജ്. അതെന്താ? ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, 1999 കാർഗിൽ യുദ്ധസമയത്തെ പ്രവർത്തനങ്ങൾക്ക് വീർചക്ര നൽകി രാജ്യം ആദരിച്ച ധീര സൈനികനായിരുന്നു എറണാകുളം സ്വദേശിയായ R വിശ്വനാഥൻ. അതും ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 2ഉം 3ഉം അവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? 2ഉം 3ഉം ശരി എന്നുള്ളത് ഓപ്ഷൻ ബി ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2024-2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആരായിരുന്നു 2024-2020 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ പ്ലെയർ ഓഫ് ദി സീരീസ്? ജസ്പ്രീത് ബുംറ ആയിരുന്നു അല്ലേ. അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആരായിരുന്നു? വിരാട് കോഹ്ലി ആയിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ്. 2023 നൊബേൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവയിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ താഴെ നമുക്ക് കുറച്ചധികം സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം. യോൺ ഫോസ്റ്റെ സാഹിത്യം നോർവീജിയൻ നാടകകൃത്ത്. അപ്പോൾ 2023 സാഹിത്യത്തിന് നൊബേൽ സമ്മാനം കിട്ടിയത് ആർക്കാ? യോൺ ഫോസ്റ്റേക്ക് തന്നെയായിരുന്നു. എന്താ? ഒരു നോർവീജിയൻ നാടകകൃത്താണ്. അപ്പോൾ ആ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ശരിയാണെന്ന് മനസ്സിലായി. അടുത്തത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. നർഗീസ് മുഹമ്മദി, സമാധാനം, ബംഗ്ലാദേശ്, മനുഷ്യാവകാശ പ്രവർത്തക. അത് ഒരു തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത് നോക്കിക്കേ. ക്ലൗഡിയ ഗോൾഡിൻ, സാമ്പത്തിക ശാസ്ത്രം, US സാമ്പത്തിക ശാസ്ത്രജ്ഞ. അത് എന്താ? ഒരു ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് ശരി? 1ഉം ശരിയാണ്, 3ഉം ശരിയാണ്. അപ്പോൾ ഏതാ നമ്മുടെ ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മ G20യുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. അപ്പോൾ അടുത്തതിൻ്റെ നമ്മളോട് ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? നമുക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം? ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് G20ക്ക് എന്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്? ആസ്ഥാനമില്ല. അതെന്താ? ഒരു ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? അധ്യക്ഷ സ്ഥാനം ഓരോ 5 വർഷം ഓരോ അംഗരാജ്യത്തിനും മാറി മാറി എത്തും. അപ്പോൾ അധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്നത് ഓരോ 5 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ അംഗരാജ്യത്തിനും മാറി മാറി വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണോ? അത് ഒരു ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് ശരിയല്ല എന്ന് മനസ്സിലായി. അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? G20 സംഘാടകരെ ഷെർപ്പ എന്നാ വിളിക്കുക.
ഷെർപ്പ എന്നാണോ G20യുടെ സംഘാടകരെ വിളിക്കുന്നത്? G20യുടെ സംഘാടകരെ ഷെർപ്പ എന്നല്ല വിളിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ? രണ്ടും ശരിയായിട്ടുള്ള മീൻസ് നമ്മുടെ ഉത്തരമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശരിയല്ലാതെ വരുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയല്ല. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 50ൻ്റെ ആൻസർ ഏതാ? ഓപ്ഷൻ എ ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, റഷ്യൻ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം. റഷ്യൻ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഏതായിരുന്നു? നമുക്കറിയാം, ഓപ്പറേഷൻ ഗംഗയായിരുന്നു അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനകൾ. ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാന്ന് മാത്രമേ ചോദിച്ചേക്കുന്നത്. ശരിയല്ലാത്ത പ്രസ്താവന ഏതാ? കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ശരിയായിട്ട് പ്രസ്താവനയാണോ? അതൊരു ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ? അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? 2019 ഓഗസ്റ്റ് 8 പാലക്കാട് ജില്ലയിലെ പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. അത് ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ? അതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ല അല്ലേ? അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? 2020 ഓഗസ്റ്റ് 6 ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായി. അത് ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളോട് ഏതാ ചോദിച്ചേക്കുന്നത്? ശരി അല്ലാത്ത പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 52ലെ ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഏത് വരും? 2 മാത്രമാണ്. 2 മാത്രം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ 2 രീതിയിലും തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം, അതായത് സെക്ഷൽ രീതിയിലും അസെക്ഷൽ രീതിയിലും റിപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ സെക്ഷൽ രീതിയിലും അസെക്ഷൽ രീതിയിലും പുതിയ യങ്മണ്ണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, മുരിങ്ങയാണ് സെക്ഷൽ രീതിയിലും അസെക്ഷൽ രീതിയിലും പുതിയ യങ്മണ്ണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സസ്യം എന്ന് പറയുന്നത്. അടുത്ത, ദഹനരസങ്ങളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ. ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയാണ്? നമുക്ക് വായിച്ചു നോക്കാം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാ? പിത്തരസാണ് അല്ലേ? അതുപോലെ തന്നെ അന്നനാളം. അന്നനാളത്തിൽ ഏതാ കറക്റ്റായിട്ട് വരിക? അന്നനാളത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? അല്ല. അടുത്തത് 3 ഏതാ? ആഗ്നേയഗ്രന്ഥി, ആഗ്നേയ രസം. അതെന്താ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ അത് ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് ഏതൊക്കെയാ? 1ഉം ശരിയാണ്, അതുപോലെ തന്നെ 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയെന്ന് വരുന്ന ഏതാ? ഓപ്ഷൻ ബി ആണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണ എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്? വിറ്റാമിൻസും ഡെഫിഷ്യൻസി ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഷുവറാണ്, 1-2 ക്വസ്റ്റ്യൻസ്. അപ്പം സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ ഏത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്? വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചില ആഹാര ബന്ധങ്ങൾ ചുവടെ ചേർക്കുന്നു, ഇവയിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. തെറ്റായ ആഹാര ശൃംഖല, ഫുഡ് വെബുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ അകത്ത് തെറ്റായത് ഓപ്ഷൻ എ ശരിയാണോ? പുല്ല് ആട് കഴിക്കും, ആടിനെ പുലി കഴിക്കും, ദെൻ പുലിയെ പരുന്ത് കഴിക്കും. ഓപ്ഷൻ ബി നോക്കിക്കേ, പുല്ല് പുൽച്ചാടി, പുൽച്ചാടിയെ മുയൽ, മുയലിനെ സിംഹം. അതൊരു ശരിയായിട്ടുള്ള ഫുഡ് ചെയിൻ ആണോ? അല്ല. ഇനി സി നോക്കിക്കേ, പുല്ല് പുഴു തിന്നും, പുഴുവിനെ കോഴി തിന്നും, കോഴിയെ പാമ്പ് തിന്നും. ദെൻ ലാസ്റ്റ് പുല്ലിനെ പുൽച്ചാടി തിന്നും, പുൽച്ചാടിയെ തവള തിന്നും, തവളയെ പാമ്പ് തിന്നും. അപ്പോൾ ശരിയല്ലാത്തതായിട്ടുള്ള ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ് 56ൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്ത 57, കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായിട്ടുള്ള മണ്ണുത്തി ഏത് ജില്ലയിലാണ്? കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായിട്ടുള്ള മണ്ണുത്തി നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പവിത്ര, അന്നപൂർണ എന്നത് ഏത് വിളയുടെ സങ്കര ഇനം വിത്തുകളാണെന്ന് ചോദിച്ചേക്കുന്നത്. പവിത്ര, അന്നപൂർണ. അന്നം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ആൻസർ കിട്ടും. അന്നം ഏതാ? നെല്ലിൻ്റെ സങ്കര ഇനം വിത്തുകളാണ് പവിത്രയും അന്നപൂർണയും. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്? അപ്പോൾ ഏറ്റവും കൂടുതൽ ജീവഹാനി ഉണ്ടായിട്ടുള്ളത് ഏത് മൃഗത്തിൻ്റെ ഇതുകൊണ്ടാണ്? നമുക്കറിയാം, കാട്ടാനയുടെ ആക്രമണം കൊണ്ടാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി കേരളത്തിൽ നേരിട്ടിട്ടുള്ളത്. അടുത്തത്, ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവനായിട്ടുള്ളത് ആരാണ്? ഇപ്പോഴത്തെ കത്തോലിക്ക സഭയുടെ തലവൻ ആരാ? ലിയോ 14 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ്റെ പേരെന്തായിരുന്നു? ആ ഒരു സമയത്ത് ടി വിയിലും പത്രത്തിലും മൊത്തം അതിനെക്കുറിച്ചുള്ള ന്യൂസ് ആയിരുന്നു അല്ലേ? ഏതാ? ഓപ്പറേഷൻ സിന്ദൂറാണ്. അടുത്തത്, അലുമിനിയത്തിൻ്റെ അയിര് ഏത്? ഏതാ അലുമിനിയത്തിൻ്റെ അയിരെന്ന് പറയുന്നത്? അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്? ശൂന്യതയിലാണ്. അടുത്തത്, അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാ? അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ്. നമുക്കറിയാം, കത്താൻ സഹായിക്കുന്നത് ഓക്സിജനും തീ കെടുത്താൻ സഹായിക്കുന്നത്
കാർബൺ ഡയോക്സൈഡും ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശബ്ദ തീവ്രത അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഏത് യൂണിറ്റിലാണ് ശബ്ദ തീവ്രത അളക്കുന്നത്? ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ച് നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിൻ്റെ ഊർജ്ജം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത്? കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത് സ്ഥിതികോർജ്ജമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാം കഴിച്ച ഭക്ഷണത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ഡാഷിൽ വെച്ച്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഡൈജഷൻ കംപ്ലീറ്റ് ആകുന്നത് എവിടെ വെച്ചിട്ടാണ്? നമുക്കറിയാം, ഓപ്ഷൻ ബി ചെറുകുടലിൽ വെച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതാണ് പ്രമേഹം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എത്ര? നമുക്കറിയാം, ബ്ലഡിലെ ഷുഗറിൻ്റെ നോർമൽ അളവ് എത്രയാണ്? 70 to 110 mg/100 ml എന്നുള്ളതാണ്. സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഓപ്ഷൻ എ നിർഭയ. നൽകിയിരിക്കുന്നവയിൽ വായുജന്യ രോഗങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ് വായുജന്യ രോഗങ്ങൾ? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് തന്നിട്ടുള്ളതിൽ? ക്ഷയവും ചിക്കൻ ബോക്സും ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് ബന്ധപ്പെട്ട് HIV അല്ലെങ്കിൽ എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ ഓരോന്ന് വായിച്ചു നോക്കാം. HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധം HIV പകരാനിടയാക്കുന്നു. അത് ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചേക്കുന്നത്. ഒരുമിച്ച് HIV ബാധിതരുമായി താമസിച്ചാലും ഭക്ഷണം പങ്കിട്ടാലും HIV ബാധ ഉണ്ടാവാം. അതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ല, അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അടുത്തത്, ഹസ്തദാനം, ചുമ, തുമ്മൽ, ശൗചാലയങ്ങൾ പങ്കിടൽ എന്നിവയിലൂടെയും HIV പകരാം. അതും എന്താണ്? ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, HIV ബാധിതർ ഉപയോഗിച്ച സൂചി, സിറിഞ്ച് എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ രോഗപകർച്ചയുണ്ടാവാം. അത് ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? തെറ്റായവയാണ്. അപ്പോൾ തെറ്റേതൊക്കെയാണ്? 2ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. PSC കൊടുത്തിട്ടുള്ള പ്രൊഫഷണൽ ആൻസർ കീയിൽ ചില ആൻസേഴ്സ് തെറ്റായിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അവസാനം ഫൈനൽ ആൻസർ കീ വരുമ്പോഴത്തേക്കും ശരിയാവും നമുക്ക് കരുതാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 72ാമത്തെ ക്വസ്റ്റ്യൻ. 72ാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ? വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാവുന്ന ഒരു രോഗം അല്ലേ? ഒരു കാലത്ത് TV മൊത്തം ഇതായിരുന്നു. ഏതാ? നിപ്പയാണ് വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കുഷ്ഠരോഗം കുട്ടികളിൽ രോഗാരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ബാലമിത്ര എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളിൽ കുഷ്ഠരോഗം ആരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം നടത്താനായിട്ടുള്ള സർക്കാർ പദ്ധതിയാണ് ബാലമിത്ര. അടുത്ത, നമുക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാവശ്യമായ ഊർജ്ജം ഭക്ഷണത്തിലെ പോഷക ഘടകമായ ധാന്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ ധാന്യകം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ, അതായത് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടൻറ്റുള്ള ഫുഡ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഏതാ? അരി, ഗോതമ്പ്, കപ്പ. ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ളത്. അടുത്ത, COVID-19 ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കാൻ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ചു നോക്കാം, എന്നിട്ട് ഏതൊക്കെയാണ് ശരിയെന്ന് നോക്കാം. COVID-19 കാരണമായിട്ടുള്ള കൊറോണ വൈറസ് ആണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ വാക്സിനുകൾ ഈ രോഗത്തിനെതിരായി അല്ലെങ്കിൽ ഈ രോഗം വരുന്നത് തടയാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വാക്സിനുകളാണ്. അതും എന്താ? ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കോവിഡുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് RT-PCR അല്ലേ? ആ ഒരു കൊറോണ സമയത്ത് എല്ലാവരും ഇതൊക്കെ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത് എന്താ? ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 4ാമത്തെ ഓപ്ഷൻ നോക്കിക്കേ. COVID-19 ഒരു പകർച്ചവ്യാധിയല്ല. ആ ഒരൊറ്റ ഓപ്ഷൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ല എന്ന് മനസ്സിലാവും. അപ്പോൾ അതെന്താ? തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ 3 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതേതാ ഓപ്ഷൻ 1, 2, 3 ശരി എന്നുള്ളത്? ഓപ്ഷൻ എ ആണ് 75ൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നൽകിയിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. BCG, ECG, MMR, ദെൻ ECG. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതാ ഒറ്റപ്പെട്ടത്? നമുക്കറിയാം ECG ആണ് ഒറ്റപ്പെട്ടത്. ECG എന്താ? ഈ തന്നിരിക്കുന്നത് ബാക്കിയെല്ലാം വാക്സിൻസ് ആണ്. ECG എന്ന് പറയുന്നൊരു വാക്സിനാണോ? അല്ല. അടുത്ത 77ാമത്തെ ക്വസ്റ്റ്യൻ, കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ. കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ എന്ന് പറയുന്നത് ഏതാ? വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും എന്താ? വെള്ളത്തിൽ ലയിക്കുന്ന. ബാക്കി A, D, E, K എന്ന് പറയുന്നതാണ് ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ളത്. അടുത്തത് 78ാമത്തെ ക്വസ്റ്റ്യൻ, രോഗങ്ങളുടെ കാരണം തന്നിട്ടുണ്ട്. ഏതാ? മൂത്രാശയ രോഗങ്ങളുടെ കാരണം. താഴെ പറയുന്നതിൽ ഏതാണ് മൂത്രാശയ രോഗങ്ങളുടെ കാരണമായിട്ട് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാ? മൂത്രശങ്ക ഉണ്ടാകുമ്പോൾ മൂത്രമൊഴിക്കാത്തത്, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാത്തത്, വൃത്തിശീലങ്ങളിലെ പോരായ്മ. ഇതിൻ്റെ അകത്ത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് മൂത്രാശയ രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഈ 3 കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മൂത്രാശയ രോഗങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഏതാ? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറെ നാൾ മണ്ണിൽ കിടന്നാൽ പോലും നശിക്കാത്തതും ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയതുമായ അവയവങ്ങളാണ് പല്ലുകൾ. എന്നാൽ അവ വായ്ക്കുള്ളിൽ വെച്ച് തന്നെ നശിക്കുന്നതിന് കാരണക്കാർ ഡാഷാണ്. അപ്പോൾ പല്ല് വായിൽ വെച്ച് തന്നെ നശിക്കുന്നതിന് കാരണം ഏതാണെന്നാണ് പറഞ്ഞേക്കുന്നത്? നമുക്കറിയാം, ബാക്ടീരിയകളാണ് പല്ല് വായിൽ വെച്ച് തന്നെ നശിച്ചു പോകുന്നതിന് കാരണമാകുന്നത്. കൊതുകുജന്യ രോഗം, ശക്തമായ പനി, അസഹ്യമായ തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ വേദന, നെഞ്ചിലും മുഖത്തും ചുവന്ന പാടുകൾ, ഗുരുതരാവസ്ഥയിൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞ് മരണം സംഭവിച്ചേക്കാം. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പനിയുടെ ലക്ഷണങ്ങളാണിവ. ഏതാണ് പനി? ഏതാ? നമുക്കറിയാം, ഈ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളൊക്കെ ഏതാ? ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ്. അപ്പം LGS ലെവലിലുള്ള എക്സാമിന് നമുക്കറിയാം മലയാളവും ഇംഗ്ലീഷും ഇല്ല. 80 ക്വസ്റ്റ്യൻസ് GKയും 20 ക്വസ്റ്റ്യൻസ് മാത്സും ആണ്. ഞാൻ GK ആയിട്ട് ബന്ധപ്പെട്ടുള്ള 80 ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ വെറുതെ മാത്സിൻ്റെ ആൻസർ മാത്രം പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള അതിൻ്റെ സ്റ്റെപ്പിലൂടെ കാണിച്ചു തന്നാലേ നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യുള്ളൂ, മനസ്സിലാവുള്ളൂ. അപ്പോൾ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ 2026 ഈ ഒരു എക്സാം അല്ലാതെ വേറെ 1-2 എക്സാമും കൂടെ ഈ പറയുന്ന LGS കാറ്റഗറിയിൽ വരുന്ന എക്സാംസ് നടന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളും കൂടി നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് ഇതുപോലെ സോൾവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ PSC പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ നന്ദി.